അസിഡിറ്റി പ്രശ്നമുള്ളവർക്ക് ഏറ്റവും പറ്റിയൊരു വെജിറ്റബിൾ ഉണ്ട്, പപ്പായ അഥവാ ഓമയ്ക്ക. ഇന്ന് ഓമയ്ക്ക കൊണ്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തേങ്ങ അരച്ച് ചേർത്ത് കറി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ശരിക്കും ഇത് ചട്ടിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗ്യാസ് പ്രശ്നമൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഇൻഫ്രാറെഡ് ഇൻഡക്ഷൻ ഇതിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റീൽ പാത്രത്തിൽ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇതിലേക്ക് ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക ഇടാം. അതിലേക്ക് ചുവന്നുള്ളി, തക്കാളി കഷ്ണങ്ങൾ ഇട്ടു, പച്ചമുളക്, അല്പം മഞ്ഞൾ, ഉപ്പ്, കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തത്, പിന്നെ നമ്മൾ വാളംപുളി ഒരു നെല്ലിക്കായുടെ വലിപ്പത്തിലുള്ളത് അത് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. ആ വാളംപുളിയുടെ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് ഇത് വേകാൻ വെക്കണം. ഒരു നഗക്ക വെള്ളം ഒഴിച്ചാൽ മതി, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് തീ കത്തിക്കാം. അപ്പോൾ ഞാനിത് ഓൺ ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് വേകാനായിട്ട് അടച്ചു വയ്ക്കാം. ആ സമയത്തേക്ക് നമുക്ക് അരപ്പരയ്ക്കാം. അതിനായിട്ട് തേങ്ങ ഇട്ടു, കൊച്ചുള്ളി, ചെറിയ 2 കഷ്ണം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നീട് വറ്റൽമുളക്. എരി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് നല്ലത്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഒരു തണ്ട് കറിവേപ്പില, ഫൈനലി ഉപ്പ്. അപ്പോൾ ഇത് നമുക്ക് അരച്ചോണ്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചോണ്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ മണം ഉണ്ടല്ലോ, ഇതിൻ്റെ മണം അടിച്ചാൽ നമുക്ക് ചോറുണ്ണാം. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിന്. അതവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കാം. ഇനി ഇത് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നമ്മൾ ആ ബ്ലെൻഡർ ഒന്ന് റിൻസ് ചെയ്ത് അത്യാവശ്യം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓമയ്ക്ക കറിയാണിത്. ഇനി ഇതിന് നമ്മൾ കടുക് വറക്കണം. അതോടുകൂടി പരിപാടി തീരും. അപ്പം അസിഡിറ്റിക്ക് നല്ലൊരു വെജിറ്റബിളാണ് പപ്പായ കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ മുറ്റത്തുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കറി ഒന്ന് വെച്ച് ആരോഗ്യമൊക്കെ സംരക്ഷിക്കുക. അല്പം ഉപ്പും കൂടെ വേണം. ആ ഉപ്പൂടെ ഞാൻ ഇട്ട് കൊടുക്കുക. ഇപ്പം ഇതിപ്പോൾ ഉപ്പൊക്കെ ഇതിന് കറക്റ്റാണ്. എന്നിട്ട് ഇത് തേങ്ങ അരച്ചതായതുകൊണ്ട് നല്ലപോലെ ആവി വന്നാൽ മതി, വെച്ച് തിളപ്പിക്കുകയൊന്നും വേണ്ട. നല്ല ചൂടാണ്. മേടമാസത്തിൻ്റെ നല്ല ചൂടത്ത് മഴക്കാറിങ്ങനെ വെളിയിൽ വന്നിട്ടുണ്ട്. കണ്ടോ, മേഘമൊക്കെ മൂടി. ഇന്ന് നട്ടുച്ചയാണ് ഇപ്പോൾ സമയം. മഴ പെയ്യുമോ ആവോ. ഇപ്പം നല്ലപോലെ ആവി വരുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കടുക് വറക്കാം. പാത്രം ചൂടാകുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് പൊട്ടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞതിടാം. അത് മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞതിന് ശേഷം മതി കറിവേപ്പില ഇടുന്നത്. മൂക്കുന്നുണ്ട് നമുക്ക് കറിവേപ്പില ഇടാം. 1-2 വറ്റൽമുളകും കൂടെ. തീ കുറച്ച് വെച്ച് ചെയ്യണം. മുളകും കറിവേപ്പിലയും കരിഞ്ഞു പോകരുത്. ഇത് ഇത്രയും മൂത്താൽ മതി. നമ്മുടെ കറി അങ്ങോട്ട് തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ കടുക് വറുത്തത് അങ്ങോട്ട് ഒഴിക്കാം. കടുക് വറക്കുമ്പോഴൊക്കെ എണ്ണ കുറച്ചൊഴിക്കുക, അത്യാവശ്യത്തിന് മാത്രം. കറി കാണാനൊക്കെ രസം കാണും, ഫോട്ടോയൊക്കെ ഇങ്ങനെ എണ്ണ കിടക്കുന്നതൊക്കെ, പക്ഷെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. കറി നമുക്ക് ഇതിനകത്തോട്ടൊന്നും ഒഴിച്ച് തിരിച്ചൊഴിക്കാം. അപ്പം നമ്മുടെ ഓമയ്ക്ക കറി റെഡിയാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നങ്ങ് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ വിവരം അറിയിക്കണം, ഇഷ്ടപ്പെട്ടാലും അറിയണം. ഫീഡ്ബാക്ക് കമൻസിൽ പോസ്റ്റ് ചെയ്യുക. അപ്പം നല്ല ചൂട് കറി റെഡിയാണ്. ചൂട് ചോറിനോട് ഒഴിച്ച് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.